പിന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക് പറയാനുണ്ട്. ഇതാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഇനി അടുത്ത ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കാണിക്കാം കേട്ടോ. ഇതെന്ത് ഗരം മസാല? അല്ല, ഇത് ചെറിയ ജീരകം. ഇതാണ് ഗരം മസാല. മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് തൈര്, കേട് പുളിയില്ലാത്ത തൈര് 2 സ്പൂൺ. ഉപ്പ് മതിയല്ലേ? മതി. മിക്സി. ഇനി വേറെ ഒന്നുമില്ലല്ലോ. കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. 1/2 മണിക്കൂർ വെക്കണം ഫ്രീസറിൽ. വേറെ പാത്രത്തേക്കാക്കി വെക്കേണ്ടി വരും. ഇത് കൊള്ളില്ല. നമ്മളിപ്പോൾ എല്ലാ പെരുന്നാളിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാറല്ലേ? അതെ അതെ. അടുത്ത് നമുക്കിനി അവിടെ ഫ്രൈ ചെയ്യണ കാണിക്കാം. മറ്റേ ഒനിയനൊക്കെ ഫ്രൈ ചെയ്യണ്ടേ? ഇതൊന്ന് ഫ്രൈ ചെയ്യണം അല്ലേ? ഇത്ര ഓയിൽ മതിയാവോ? അങ്ങനെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ എപ്പോൾ ബിരിയാണി ആവൂടി? ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ 10 മണിയില്ലേ? ഇപ്പോൾ 10 മണിയായി. അല്ലേ, മണി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഒരു 1:30 ചോറ് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ലേ? അതിന് മുന്നേ കഴിക്കാൻ രാവിലെ ആരും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. 12 മണിയൊക്കെ തുടങ്ങും വിശപ്പെന്ന് പറഞ്ഞിട്ട് വീർത്തിയൊക്കെ. ചോറിനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അമ്മക്ക് പെരുന്നാളായിട്ട് എന്താ പറയാറുള്ളേ? എനിക്ക് പെരുന്നാളായിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ബിരിയാണി വെക്കുക, കഴിക്കുക, റെസ്റ്റ് എടുക്കുക, കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ നമുക്ക് പെരുന്നാളായിട്ട് എന്താ പരിപാടി? എന്ത് പരിപാടി? പാടത്ത് പോകണ്ട, ഇല്ല പുറത്ത് പോകണ്ടോ? കീർത്തി ചോദിച്ചു. ഇന്ന് പരിപാടി ഒന്നുമില്ല, ഇന്ന് ബിരിയാണി കഴിച്ചിട്ട് എവിടെയെങ്കിലും ഇരിക്കാം, പിന്നെ നാളെ വേണ്ടിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറഞ്ഞു. അപ്പൊ അന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചിന് മനസ്സ് മാറുമോ? ഏതാർഡോ പോയാലോ, പുറത്ത് പോയാലോ? ഒരു നാളെ ഞായറാഴ്ച അല്ലേ, അപ്പൊ നാളെ പോവാൻ നല്ലത്. ഇതിന് നല്ലത്. ഇന്നിപ്പോ അമ്മ കട മേടിക്കുവോ? ഇന്ന് ഞാൻ പോകില്ല, നമുക്ക് ലീവാണ് പെരുന്നാളായിട്ട്. ഇനി പച്ച അടച്ചിട്ട് വരും ഉച്ചയ്ക്ക്. എല്ലാരും ബിരിയാണി കഴിക്കാനുള്ള ഇതിലാ. എന്താവോ എന്തോ ദൈവത്തിനറിയാം. പക്ഷെ എന്നുണ്ടാക്കുമ്പോൾ രസം കേട്ടാ, പിന്നെ പിന്നെ കഴിക്കാൻ തോന്നും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അച്ഛൻ ഒരു കുറ്റവും പറഞ്ഞില്ല. അല്ല എന്തിനും കുറ്റം പറയണ ആളാ. അല്ല, ഇപ്പോഴത്തെ ബിരിയാണി അങ്ങനെ രസമുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു റെസിപ്പി എടുക്കുന്നത്. ഉണ്ടാക്കി പെട്ടെന്ന് കഴിയും ചെയ്യും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ഇത് ബിരിയാണിയുടെ മേലിടാനുള്ള ഉള്ളിയല്ലേ? ബിരിയാണി ഉണ്ടാക്കിയിട്ട് ദമ്മിടാനുള്ള ഉള്ളിയാണ് കേട്ടോ. ഇതങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്, മുരിഞ്ഞിട്ട് വരുന്നുണ്ട്.
കഴിയോ കാരണം കൂടെ ആയിക്കോട്ടെ. ഇനി ഇത് എടുത്തിട്ടാണ് അടുത്തുള്ള എടുത്തിട്ട് ഇതുപോലെ ആക്കാറ് ചോറിലിടാനുള്ള. ശരിക്കും ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഇട്ടാൽ മതി. എന്നിട്ട് എടുക്കാൻ റെഡിയാണ്. ഞാൻ പിന്നെ ഇത് എളുപ്പപ്പണി ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ നമുക്കിനി ചോറൊക്കെ ആയി വരണ്ടേ അപ്പോഴത്തേക്കൊക്കെ. അങ്ങനെ മുന്തിരി നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അടുത്ത് നമ്മൾ കാഷ്നട്ട് ഇടണം കേട്ടോ. ഇത് പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ. ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നില്ലേ, വീഡിയോ നിർത്തിയോ നിർത്തിയോ. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ടോ ഫ്രൈ ചെയ്തിക്കണം. പിന്നെ ഒന്നിയ സവാള പെരിഞ്ചീരകല്ലേ മതിയോ? അത് മതിയോ? കുറച്ചുകൂടെ ഇടണോ? മതി. പിന്നെ പട്ട ഗ്രാമ്പു ഒക്കെ ഇടാം അല്ലേ. അപ്പുറത്തേലുണ്ട് കുറച്ച് ഓയിൽ. ഓയിലല്ലേ ഇത്? ഓയിൽ വെച്ചിട്ടുണ്ടായില്ലേ. പട്ട ഗ്രാമ്പു മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പൊട്ടി തിറക്കിണ്ട് അറിയുന്നുണ്ടോ? ഇത് സാധനം ഇതാണ് തക്കോലം. ആ സ്റ്റാർ പോലത്തെ അല്ലേ. ചിക്കൻ മസാല ഉണ്ടാക്കിയിരുന്നു. ചിക്കൻ മസാലക്ക് ഫസ്റ്റ് അതിലേക്ക് സവാള ഇടും. നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നമ്മൾ ബിരിയാണി മേലെ ഇടില്ലേ അതേപോലെ ഫ്രൈ ചെയ്യണമല്ലോ. അടുത്ത് നമ്മൾ ചോറിൻ്റെ വെള്ളത്തിൽ ഉപ്പിടണം കേട്ടോ. അടുത്ത് നമ്മൾ അരി ഇടണം വെള്ളത്തിൽ കേട്ടോ. എത്ര മിനിറ്റ് കുതിർത്തിട്ടുണ്ടാവും? അരമണിക്കൂർ. ഇത് ബസ്മതി അരിയാണ് കേട്ടോ. എനിക്കിഷ്ടം വലിയ അരി തന്നെ. നമുക്കും അതല്ല ഇഷ്ടം. വലിയ റൈസ് തന്നെ രസം. അടുത്ത നമ്മൾ ഈ വെള്ളത്തേക്ക് ചോറിൻ്റെ വെള്ളത്തേക്ക് മല്ലിച്ചപ്പ് ഇടയില്ലേ, മല്ലിയില. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഇതാട്ടോ. മല്ലിച്ചപ്പ് ഇടയിലല്ലേ. നാരങ്ങ നെയ്യ് ഒരു നാരങ്ങല്ലേ. മിക്സ് ചെയ്യാം. ഇത് നമ്മളിടാൻ പോകുന്നത് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാം. അടുത്തത് 1/4 കപ്പ് വെള്ളം. മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് വേവിച്ചിട്ട് അപ്പോഴത്തേക്ക് ചോറ് റെഡിയാക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി. പെരുന്നാളായിട്ട് അങ്ങനെ ചോറ് ഊറ്റാണ് കേട്ടോ. ഈ വെള്ളം ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാ. വേറെ വെള്ളമൊന്നുമല്ല. ചിലപ്പോൾ പച്ചവെള്ളം എടുത്ത് വെച്ചെന്നൊക്കെ പറയേ. കണ്ടോ, വലിയൊരു നല്ല രസമാണ്. ചെറിയൊരു ശരിക്കും നെയ്ച്ചോറ്. പിന്നെ ബീഫ് ബിരിയാണിക്കും രസം ഉണ്ടാവും ചെറിയ അരി. അടുത്ത നമ്മൾ ദമ്മിടാണ് കേട്ടോ. നല്ല വെന്തേക്കണം തോന്നും. ഇവിടെ എല്ലാവർക്കും ചോറ് നല്ല വേവണം. പ്രത്യേകിച്ച് അച്ഛന്. അടുത്ത നമുക്ക് കളർ ഒഴിക്കുന്നു. കളറിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരു രസത്തിന് മതിയോ? മതി. അടുത്ത നമ്മൾ മാറ്റി
ഒരു ചിക്കൻ കേട്ടോ. ഇതൊരു ഹൈദരാബാദ് ബിരിയാണി പോലെ ആയിരിക്കും കാണാനേ. ശരിക്കും അതെ, ആ കളറാണ്, ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അടുത്ത് നമുക്ക് മല്ലിച്ചെപ്പ്, പുതിന, അതിൽ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. നെയ്യ് ഒഴിക്കണ്ടേ? കുറച്ച് നെയ്യ്. അടുത്ത് നമ്മൾ മൂടി വെക്കാം കേട്ടോ. ഇത് ദമ്മിടാം. ഒരു കല്ല് കയറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ദമ്മ് പൊട്ടിക്കണ വീഡിയോസൊക്കെ എടുക്കാം. ഇതാണിട്ട് നമ്മൾ ചോറ് ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എടുക്കുക. നല്ല മണമുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? മണം കേൾക്കുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇതാണ് കേട്ടോ ബിരിയാണി. അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ഉണ്ട്, സർലാസ് ഉണ്ട്, അച്ചാർ ഇരിക്കുന്നുണ്ട്, പപ്പടം ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.